പൊന്നാനി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച താലൂക്ക് ലൈബ്രറി സെമിനാർ ജില്ലാ കൗൺസിൽ സെക്രട്ടറി കെ.പി. ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. തിരൂരിൽ വെച്ച് ഒറ്റ ചവിട്ടിനാണ് പോലീസുകാരെ കൊന്നത്. അത് കക്കയം കാക്കി അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന സേതുനാഥന്റെ പുസ്തകത്തിൽ പറയുന്നത്. ഞാൻ ആ പുസ്തകം വായിച്ചത് ഞെട്ടിപ്പോകും. ഇപ്പം അടിയന്തരാവസ്ഥയുടെ 50 വർഷം കഴിഞ്ഞിട്ട് വലിയ പുസ്തകങ്ങൾ, ഒരു അടിയന്തരാവസ്ഥാനന്തര കേരളത്തെ ഇന്ത്യത്തെക്കുറിച്ചുള്ള ഒരുപാട് വലിയ സാഹിത്യം നമുക്കുണ്ടായി. അപ്പോൾ നമ്മുടെ ജനാധിപത്യ പ്രക്രിയ ആദ്യമായി വിറങ്ങലിച്ച ഒരു നിമിഷമായിരുന്നു അടിയന്തരാവസ്ഥ. ജനാധിപത്യം ഉപയോഗിച്ച് ഭരണഘടനയെ എങ്ങനെ റദ്ദ് ചെയ്യാം എന്നതായിരുന്നു അടിയന്തരാവസ്ഥ നമുക്ക് തന്ന പാഠം. ജനാധിപത്യം ഉപയോഗിച്ച് ഭരണഘടനയെ റദ്ദ് ചെയ്യുക, ഭരണഘടന ഉപയോഗിച്ച് എങ്ങനെ ജനാധിപത്യത്തെ റദ്ദ് ചെയ്യുക എന്നുള്ള ആലോചനകളാണ് പിന്നീട് വന്നത്. അതുകൊണ്ടാണ് സെക്കുലറിസം എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ ജനാധിപത്യത്തിൽ ഉണ്ട്. അത് എങ്ങനെയെങ്കിലും അടർത്തിയെടുത്ത് അവിടെ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ആശയം തിരികാനുള്ള തകൃതിയായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെ ജനാധിപത്യം വിറങ്ങലിച്ച ഒരു ചരിത്ര വർഷങ്ങളായിരുന്നു അടിയന്തരാവസ്ഥ. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ തിരിച്ച് ചിക്കമംഗളൂർ പല സ്ഥലങ്ങളിലും പരാജയപ്പെടുകയും ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി 2 വർഷമെങ്കിലും ഒരു കോൺഗ്രസ് ഇതര ഗവൺമെൻറ് ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുകയും ചെയ്തു. മൊറാർജി ദേശായി പ്രധാനമന്ത്രിയൊക്കെയായത് നാം അറിഞ്ഞതാണ്. പിന്നീട് നാം ഇന്ത്യൻ റിപ്പബ്ലിക് നടുങ്ങിയ പിന്നെയും ചില നിമിഷങ്ങൾ. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ത്യയോട് പറയാനുള്ളത് എന്ന വിഷയത്തിൽ പ്രൊഫസർ എം നാരായണൻ പ്രഭാഷണം നടത്തി. വി രാമകൃഷ്ണൻ, ടി ഷൗക്കത്ത് അലി ഖാൻ എന്നിവർ അനുബന്ധ പ്രഭാഷണം നടത്തി. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം എം വാസുദേവൻ നമ്പൂതിരി, ടി മുകുന്ദൻ, എം ജയരാജ്, സി മണിശങ്കരൻ, സി മണി, ജയശങ്കരൻ കോച്ചത്ത് എന്നിവർ സംസാരിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി പ്രകാശ് സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ എ ശ്രീരാജ് നന്ദിയും പറഞ്ഞു.